മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ KP പൊടിക്കുഞ്ഞ് പനവേലി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ പ്രോഗ്രാമിൽ കൂടി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകലോക രക്ഷിതാവായ യേശുക്രിസ്തുവിനെ അനശ്വരമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. ജനമൊക്കെ യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോടെ യോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ കാൽ ഉറച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വയ്ക്കുവാൻ കൽപ്പിച്ചു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. പ്രിയരെ, നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ, ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം സംഭവിച്ചതായ ചില കാര്യങ്ങളാണ് നമ്മുടെ വായിക്കുന്നത്. യോർദാനിലെ വെള്ളം 2 വിഭജിക്കപ്പെടുകയാണ്. ആ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെക്കാൽ അവിടെ വെക്കുമ്പോൾ ആ വെള്ളം 2 പിരിയുകയാണ്. അപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്, യോർദാനിലെ നടുവിൽ ആ വെള്ളം നിൽക്കുന്ന 2 പിരിയുന്ന സ്ഥലത്ത് യോർദാന്റെ നടുവിൽ നിന്ന് 12 കല്ല് ഓരോ ഗോത്രസംഖ്യക്കൊത്തവണ്ണം നിങ്ങൾ എടുത്ത് നിങ്ങൾ പാർക്കുന്ന ആ കരയിൽ അവിടെ വെക്കണം. അത് ഒരു ജ്ഞാപകമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ വരും കാലത്ത് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ദൈവം യോർദാനെ വറ്റിച്ചത്, അത് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ചെയ്ത ഉപകാരം എന്ന നിലയിൽ അത് അവരോട് പറയണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ച് യോശുവയിൽ കൂടി ചെയ്യിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഈ കല്ലുകളെക്കുറിച്ചാണ്. ഈ കല്ലെന്ന് പറയുന്നത് ഇത് യോർദാൻ്റെ അടിയിൽ ആഴത്തിൽ ചെളിയിൽ അവിടെ ആഴ്ന്നു കിടന്ന കല്ലുകളാണ്, മറയപ്പെട്ട് കിടന്ന കല്ലുകളാണ്, ആരും ശ്രദ്ധിക്കാതെ കിടന്ന കല്ലുകളാണ്. ദൈവത്തിന് നിയമപ്പെട്ടകം അതുവഴി വന്നത് മുഖാന്തരം സ്വർഗത്തിലെ ദൈവം യോശുവോട് പറഞ്ഞത് പ്രകാരം ആ കല്ലുകൾ അവിടെ നിന്ന് എടുക്കുകയാണ്. ഇന്ന് ആ കല്ലുകൾ കരയ്ക്ക് ഗിൽഗാലിൽ നാട്ടുന്ന സമയത്ത് ആ കല്ലുകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എന്താണ്? മൗനമാണെങ്കിലും ആ കല്ലുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അന്ധകാരത്തിലായിരുന്നു, എൻ്റെ മേൽ പെരുവെള്ളം കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ആഴത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ആ വെള്ളം വറ്റിയപ്പോൾ എന്നെ ആ ചേറ്റിൽ നിന്ന് എന്നെ ഉയർത്തി. ഇന്ന് മറ്റുള്ളവർക്ക് കാണത്തക്ക നിലയിൽ വെളിച്ചമുള്ള സാക്ഷ്യം പുലർത്തത്തക്ക നിലയിൽ എന്നെ ഇതാ മറ്റൊരു സ്ഥലത്ത് ഉയർത്തിയിരിക്കുകയാണ്. ഞാൻ ആഴത്തിൽ കിടന്ന ഒരു കല്ലാണ്. എനിക്കൊരു കാരണവശാലും സ്വയമായി ഉയർന്നു വരുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഇരുട്ടിലായിരുന്നു, താഴ്ചയിലായിരുന്നു, ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു, കുഴിഞ്ഞ ചേറ്റിലായിരുന്നു. എന്നാൽ ദൈവത്തിന് നിയമപ്പെട്ടകം അതുവഴി കടന്നു വന്നതുകൊണ്ട് മാത്രമാണ്
എനിക്ക് അവിടെ നിന്ന് ഉയരുവാനും മറ്റുള്ളവർക്ക് ഒരു ജ്ഞാപകമായി നിലനിൽക്കുവാനും ഇടയായത്. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നത് മുഖാന്തരം നമ്മളും ആത്മീയ കല്ലുകളായി ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയത്തോട് നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, കർത്താവേ, ഞാനും നാശകരമായ കുഴിയിലായിരുന്നു. 40-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവ് നമ്മളെ കയറ്റി. യാതൊരു തരത്തിലും ഒരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഒന്നും ഒരു വകയുമില്ലാതെ നമ്മായിരുന്നു. അതേ, ന്യായവിധിയുടെ വെള്ളം നമ്മുടെ മേൽ പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഴിഞ്ഞ ചേറ്റിലായിരുന്നു. പെരുവെള്ളത്തിൽ നിന്ന് അവൻ നമ്മളെ വലിച്ചെടുത്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയരെ, ആ ആഴത്തിൽ നിന്ന് നമ്മളെ വലിച്ചു കയറ്റി ഇന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ, ഉറപ്പുള്ള പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം വലിയ ഭാഗ്യ പദവി സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയരെ, നമുക്കെന്താണ് പറയാനുള്ളത്? ഈ കല്ലുകൾക്ക് സ്വയമായി ഉയരുവാൻ കഴിയത്തില്ല. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന് നമുക്ക് സ്വയമായി രക്ഷപ്പെടുവാൻ ഒരു കഴിവും ഇല്ല. എന്നാൽ നമ്മുടെ അരികിലേക്ക് ജീവനുള്ള ദൈവമായ കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്നത് മുഖാന്തരം ആ ചേറ്റിൽ നിന്ന്, പാപത്തിൻ്റെ ചേറ്റിൽ നമ്മളെ കരകയറ്റി. നാം തിരുവചനം വായിക്കുന്നത്, പാപത്തിലും അതിക്രമത്തിലും നാം മരിച്ചവരായിരുന്നു. ഒരു കണ്ണിന് നമ്മളോട് ദയ തോന്നിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മുഖാന്തരം, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ കാണിച്ചത് മുഖാന്തരം നാം ആ ചേറ്റിൽ നിന്ന് ഉയരുവാനിടയായി. ഇന്ന് നാം നിൽക്കുന്ന സ്ഥലം ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേലാണ്. അവൻ നമുക്ക് അതേ ജീവൻ തന്നു, നിത്യജീവൻ തന്നു, സന്തോഷം തന്നു, വെളിച്ചമുള്ള സ്ഥലത്തേക്കാക്കി. അവനെ വിശ്വസിക്കുന്ന നമുക്ക് ആ വലിയ മാന്യതയുണ്ട്. കാൺമീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, എനിക്കൊരു കാലത്ത് ആരാധനാ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഞാൻ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവളായിരുന്നു. കർത്താവേ, അങ്ങയുടെ കരമാണല്ലോ എന്നെ തേടി വന്നത്, അങ്ങാണല്ലോ എന്നെ ഉയർത്തിയത്. അങ്ങീ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രക്ഷ കിട്ടുവാനിടയായത്. ആയതുകൊണ്ട് എത്ര നന്ദിയുള്ള ഹൃദയം നമുക്ക് വേണം. ഈ കല്ലുകൾ മൗനമാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഞങ്ങളുടെ മേൽ വലിയ വെള്ളം പോയിക്കൊണ്ടിരുന്നു, ആരും ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇന്ന് ഞങ്ങളിതാ ആ വെള്ളത്തിന് പുറത്ത് മറ്റുള്ളവർ കാണത്തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ആ ഉപകാരത്തെ ഓർപ്പിക്കത്തക്ക നിലയിൽ ഒരു ജ്ഞാപകമായി ഞങ്ങൾ നിലകൊള്ളുകയാണ്. പ്രിയരെ, നമുക്കും ഇന്ന് മറ്റുള്ളവർ മുമ്പാകെ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഓർക്കുവാനായിട്ടുള്ളത്, എൻ്റെ കർത്താവിനെ രക്ഷിച്ചു. ഒന്നുമില്ലാതെ മറയപ്പെട്ട് കിടന്ന എന്നെ എൻ്റെ കർത്താവ് തേടി വന്നു. ആ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി ഇന്ന് മറ്റുള്ളവർ മുമ്പാകെ സാക്ഷ്യം പറയുക, ജീവനുള്ള ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം നല്ലൊരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇതിന് പ്രിയരെ, നാം എന്ത് പകരം കൊടുക്കും? നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. കർത്താവെ, എനിക്ക് സ്വയമായി ഉയരുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിന്ന് എന്നെ അങ്ങ് ഉയർത്തിയല്ലോ, ക്രിസ്തുവാകുന്ന പാറമേ നിർത്തിയല്ലോ. ആ കാൽവറി ക്രൂശിലെ ചങ്കിലെ ചോരയാൽ എന്നെ കഴുകി, എൻ്റെ പാപകറകളെ കഴുകി അങ്ങയെ ആരാധിക്കത്തക്കവണ്ണം കർത്താവ് കൃപ തന്നല്ലോ. അപ്പോൾ ആ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തോടടുത്ത് വരത്തക്കവണ്ണം ദൈവം വലിയ ഭാഗ്യം തന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ നാം ഈ നന്ദിയുള്ള ഹൃദയം നമുക്ക് വേണം. കർത്താവെ, എനിക്കൊരു കാലത്ത് അവിടുത്തെ സവിധേ വരുവാൻ, അങ്ങയുടെ സന്നിധി വരുവാൻ യോഗ്യതയില്ലായിരുന്നു. ഞാൻ നശിച്ചവളായിരുന്നു. കർത്താവെ, അങ്ങ് എന്നെ തേടി, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ ആ ചേറ്റിൽ നിന്ന് ഉയർത്തി, ക്രിസ്തുവാകുന്ന പാറമേ നിർത്തി, നാശകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റി. ഇന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നിറച്ചിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനാ വിഷയമാക്കി ആരാധിക്കത്തക്ക നിലയിൽ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിക്കത്തക്ക നിലയിൽ എനിക്ക് യോഗ്യത തന്ന ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് എനിക്ക് ആരാധന എന്തെന്നറിയത്തില്ലായിരുന്നു, ദൈവം എന്തെന്നറിയത്തില്ലായിരുന്നു, പ്രത്യാശ എനിക്കില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം എനിക്ക് തന്നു. എന്ത് നാം പകരം കൊടുക്കും?
വളരെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, എന്നെ അങ്ങ് ഉയർത്തിയല്ലോ, എന്നെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തല്ലോ, എനിക്ക് നിത്യജീവൻ തന്നല്ലോ. ഈ സ്നേഹത്തോട്, ഈ സന്തോഷത്തോട് ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിനു മഹത്വം.